ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. സമൂഹ മാധ്യമത്തിലെ അധിക്ഷേപത്തിൽ യുവാവ് ജീവനൊടുക്കാനിടയായതിൽ സംഭവ ദിവസം ആരും പരാതി പറഞ്ഞിട്ടില്ലെന്ന് ബസ്സിലെ ജീവനക്കാർ. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. പറഞ്ഞിരുന്നെങ്കിൽ പോലീസിൽ അറിയിക്കുമായിരുന്നു. വീഡിയോ കണ്ടപ്പോഴാണ് തങ്ങളുടെ ബസ്സാണെന്ന് തിരിച്ചറിഞ്ഞത്. CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായൊന്നും കാണാൻ കഴിഞ്ഞില്ല. ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും ബസ് ജീവനക്കാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് ആ പ്രതികരണങ്ങൾ കാണാം. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ബസ്സിനകത്ത് വെച്ച് വീഡിയോ ചിത്രീകരിക്കുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവ് ആത്മഹത്യ ചെയ്തത്. ഈ യുവതി പറഞ്ഞിരുന്നത് പയ്യന്നൂരിൽ വെച്ചാണ് തനിക്ക് ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായത് എന്നാണ്. ആ വീഡിയോ ചിത്രീകരിച്ച ബസ് അതിനു മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പയ്യന്നൂർ രാമന്തളി പയ്യന്നൂർ റൂട്ടിലോടുന്ന അല്ലമീൻ ബസ്സിൽ വെച്ചായിരുന്നു യുവതി ഈ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തത്. ഈ സമയത്താണ് ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം തനിക്കുണ്ടായത് എന്ന് യുവതി പിന്നീട് ഇതിനൊരു വിശദീകരണം എന്ന നിലയിൽ പറഞ്ഞിരുന്നു. നമുക്കൊപ്പം ഈ ബസ്സിലെ ജീവനക്കാർ തന്നെ ചേരുന്നുണ്ട്. എന്താണ് അന്ന് സംഭവിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് ഈ ജീവനക്കാരോട് തന്നെ ചോദിക്കുകയും ചെയ്യാം. ഈ സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്താ പേരെന്താ? എൻ്റെ പേര് രാമകൃഷ്ണൻ. ഈ സമയത്ത് നിങ്ങൾക്ക് അവരെ മുഖം ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ ആരെങ്കിലും? ഇല്ല, എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നിച്ച് കയറുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോരോ വ്യക്തിയും മുഖം അങ്ങനെ ഓർമ്മിച്ച് നോക്കാം. നമ്മളെ പണിയുടെ ഇതായതുകൊണ്ട് പെട്ടെന്ന് ഒരു 10 രൂപ പോയിൻ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് പണി തീർത്തിട്ട് നിൽക്കേണ്ട ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ വ്യക്തികളുടെ മുഖം നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ ആവില്ല. ഇതിപ്പോൾ ഈ ബസ്സാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണ്? ഈ ഓണർ പറഞ്ഞിട്ടാണ് ബസ് ഇതെങ്ങനെയാണെന്ന് മനസ്സിലായത് പറഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് മുതലാളി ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു നമ്മളെ ബസ്സിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മുതലാളി പറഞ്ഞു നമുക്കൊരു വീഡിയോ വന്നിട്ടുണ്ട്, അപ്പോൾ ഇത് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്താൽ. പക്ഷേ അന്നേരം നമ്മളിതിൻ്റെ സീലിങ്ങും സീറ്റും ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മളെ ബസ്സാണെന്നുള്ളത് മനസ്സിലായത്. ഇത് ഏതെങ്കിലും തരത്തിൽ ആ സമയത്ത് ഏതെങ്കിലും യുവതികളോട് നിങ്ങളോട് ഈ രീതിയിൽ എന്തെങ്കിലും പരാതി പറയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ സംഭവം നമ്മൾ സാധാരണ രീതിയിൽ പോകുന്നത് തന്നെയാണ്. നമ്മളെ അങ്ങനത്തെ പരാതികളോ നമ്മളൊന്നും പറയുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണ നിലയിൽ അങ്ങനെ ഒരു സ്ത്രീയൊക്കെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പോലീസിനൊക്കെ അറിയിക്കും. സ്വാഭാവികമായിട്ട് എന്തായാലും 7 പോസ്റ്റ് എടുക്കാൻ വരുന്നത് നമ്മൾ പോലീസിനായിട്ട് അറിയിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അറിയിക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണല്ലോ. അങ്ങനെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല. സാധാരണ രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഓരോരാളെയും നമുക്ക് ഒരു വ്യക്തിപരമായിട്ട് നമുക്ക് അങ്ങനെ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഇതിൽ ഈ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? വ്യക്തമാണോ അതിൻ്റെ അകത്ത്? ഇതിൽ ഒന്നും കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നിൽ ആൾക്കാർ നിരന്ന് നിൽക്കുന്നതുകൊണ്ട്, അതേപോലെ പിന്നിൽ ആൾക്കാർ നിരന്ന് നിൽക്കുമ്പോൾ ഈ ഉള്ളിലുള്ള സംഭവങ്ങളൊന്നും അധികം കിട്ടത്തില്ല, ഒരുപാട് ആൾക്കാരായതുകൊണ്ട്. അപ്പോൾ അത് മുതലാളി പിന്നെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് അത് കൊടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. എങ്ങനെയാണെന്നിട്ട് അറിയില്ല. CCTV പോലീസിനെ ചോദിച്ചാൽ അത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഏകദേശം ഈ മുൻഭാഗത്തായിട്ടാണെന്ന് തോന്നുന്നു. ആ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ അവർ നിന്നിരുന്നു. അത് ഏകദേശം ഈ 2ാമത്തെ 3ാമത്തെ സീറ്റിനടുക്ക് ആയിട്ടാണെന്ന് തോന്നുന്നു. ഇതിൽ ഈ പുറത്തെ പശ്ചാത്തലം ഏതാണെന്ന് വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണെന്നുള്ള ഒരു ചിന്താഗതിയാണ്. ആളെ ഒരു 4-5 മിനിറ്റ് നിർത്തിയിടുമല്ലോ ആൾക്കാർ വന്ന് കയറാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് അവിടെ നിർത്തില്ല. പക്ഷേ ആ ഭാഗത്തിലാണോ എന്നുള്ളൊരു സംശയമുണ്ട്. നമുക്കത് കൃത്യമായിട്ട് കിട്ടുന്നില്ല എവിടെയാണെന്നുള്ളത്. ഇതിങ്ങനെ ഈ ഒരു സംഭവം അറിഞ്ഞിരുന്നു, ഈ യുവാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ള പിന്നെയാണോ നിങ്ങൾ അറിയുന്നത്? അതിനുശേഷം അറിഞ്ഞത്. ചേട്ടൻ ഡ്രൈവറാണ്? ഡ്രൈവർ. പേരെങ്ങനെ? പ്രകാശൻ. ഇത് ഏകദേശം ഈ ഭാഗത്തായിട്ടായിരിക്കും നിങ്ങളെ തൊട്ട് പുറകിലായിട്ട് വരും. അങ്ങനെ ആരും നമ്മളോട് ആ രീതിയിലുള്ള പരാതികളൊന്നും ആരും പറഞ്ഞു? ഒരു പരാതി നമ്മളെ ബസ്സിലുണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും പരാതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പോലീസിനെ അറിയിക്കും? അത് പോലീസിനെ അറിയിക്കും. നമ്മൾ 8 പോസ്റ്റിനെടുക്കാൻ ആളിറക്കിനി. അതിന് പോലീസ് ആടെ ഉണ്ടായിരുന്നു, കോങ്കാട് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കംപ്ലൈൻറ്റ് പറയായിരുന്നു. നമ്മൾക്ക് കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഏതായാലും തങ്ങൾക്ക് ആ രീതിയിലുള്ള പരാതിയൊന്നും അന്നത്തെ ദിവസം ലഭിച്ചിട്ടില്ല എന്നാണ് ഈ ബസ് ജീവനക്കാർ പറയുന്നത്. അവർ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിൽ നിന്നും അവർക്ക് വ്യക്തമായി എന്തെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നല്ല തിരക്കുള്ള ബസ്സായിരുന്നു. ആ ദൃശ്യങ്ങൾ നിലവിൽ ഇപ്പോൾ അവർ പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവഴിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ. സമയം ചേരുന്നുണ്ട് നമുക്കപ്പം അഭിജിത്ത്. ഗുഡ് മോർണിംഗ് അഭിജിത്ത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് അഭിജിത്ത് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഈ ഷിംജിത്ത് എന്ന് പറയുന്ന ലീഗിന്റെ പഴയ മെമ്പർ, അവര് ഈ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഇടുന്നതിന് മുൻപ് ആരുടെങ്കിലും പരാതി പറഞ്ഞോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ബസ്സിലെ ജീവനക്കാരോട് ആരോടും പറഞ്ഞിരുന്നെങ്കിൽ ആ സമയം തന്നെ അവർ പോലീസിന് മുന്നിൽ എത്തിക്കുമായിരുന്നു. 2 പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു എന്ന് പച്ചക്കള്ളം പറഞ്ഞു ഷിംജിത്ത് എന്ന് പറയുന്ന ഈ സ്ത്രീ. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ മുന്നിൽ ഇപ്പോൾ വസ്തുതയായിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു കള്ളം അത് പൊളിഞ്ഞു വീഴുകയാണ്. അവരാരോടും പരാതി പറഞ്ഞിട്ടില്ല എന്ന് തന്നെയല്ലേ ഇപ്പോൾ ഈ ബസ്സിലെ ജീവനക്കാരോട് നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. അഭിജിത്ത് ആ ബസ് തിരിച്ചറിഞ്ഞു, ആ ബസ്സിലെ ജീവനക്കാരോട് പറഞ്ഞു ആ ബസ്സിലാണ് ഈ സംഭവം നടന്നത് എന്നത് ജീവനക്കാർ ഓർമ്മിക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ദീപകിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പരാതിയും ഈ ഷിജിത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് തന്നെയല്ലേ പറയുന്നത്? കാര്യങ്ങൾ വ്യക്തമല്ലേ അഭിജിത്ത്?
തീർച്ചയായും അരുൺകുമാർ, സാധാരണ നിലയിൽ ഒരു ബസ്സിനകത്ത് വെച്ച് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മൾ ആദ്യം കണ്ടക്ടറോടൊക്കെ ഇക്കാര്യം സൂചിപ്പിക്കും, അല്ലെങ്കിൽ ബസ്സിലൊപ്പം ഉണ്ടായിരുന്നവരോട് ഇക്കാര്യം സൂചിപ്പിക്കും. പക്ഷെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ബസ് ജീവനക്കാർ പറയുന്നത്. അവർ ഈ ബസ് തിരിച്ചറിയാനുള്ള ഒരു കാരണം അരുൺകുമാർ, നേരത്തെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന ഉടൻ തന്നെ ഈ ഓണർക്ക് ഈ ഗൾഫിൽ നിന്നൊരാൾ ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം നോക്കിയപ്പോഴാണ് അവരുടെ ബസ്സിൻ്റെ അതിന് സമാനമായ റൂഫ്, അതാണ് ഈ ദൃശ്യങ്ങളിൽ കണ്ടത്. ഉടൻ തന്നെ അവർ ജീവനക്കാരോട് ഇക്കാര്യം ചോദിക്കുകയായിരുന്നു. നിലവിൽ ഈ ബസ്സിൽ ഉണ്ടായിരുന്നവരെ കുറിച്ച്, ഈ കയറിയ ഈ ഷിംജിത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ യുവാവിനെ കുറിച്ചോ ആ ബസ് ജീവനക്കാർക്ക് വ്യക്തമായ ഒരു ഓർമ്മയില്ല. പക്ഷേ ഈ ബസ്സിൽ തന്നെയാണ് ഈ സംഭവം നടന്നത് എന്ന് അവർ ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്നും അവർ ഉറപ്പിക്കുകയാണ്. അങ്ങനെ ഒരു പരാതി വന്നിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അവർ പോലീസിൽ ആ വിവരം അറിയിച്ചേനെ. ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ ജീവനക്കാരുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തേനെ. ഇതിലൊരു നിർണായകമായ ഒരു പ്രതികരണം തന്നെയാണ് അരുൺകുമാർ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമായ ഒരു പ്രതികരണമാണ്. കൂടാതെ ഈ CCTV ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കാൻ ഈ ജീവനക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലവർക്ക് ആ രീതിയിലുള്ള ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. നിലവിൽ ആ ദൃശ്യങ്ങൾ അവർ പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നും പറയുന്നു. ഏതായാലും പോലീസാണ് ഇനി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് അരുൺകുമാർ. ആ ജീവനക്കാരുടെയും ഒപ്പം തന്നെ ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിലൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തുടർ നടപടിയിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്ന് പറയുന്ന ഈ മുസ്ലിം ലീഗിന്റെ അരീക്കോടിലെ 14 നമ്പർ വാർഡിലെ പഴയ മെമ്പറായിരുന്ന ആ പെൺകുട്ടി ഇങ്ങനൊരു ദുരനുഭവം നേരിട്ടിരുന്നെങ്കിൽ തങ്ങളോട് പറയുമായിരുന്നു, പറഞ്ഞിട്ടില്ല എന്ന് ആ ബസ്സിലെ ജീവനക്കാർ റിപ്പോർട്ടറിനോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രതിനിധി അഭിജിത്ത് മുഴക്കുന്ന ആ ബസ് തിരിച്ചറിഞ്ഞ് ബസ് ജീവനക്കാരുമായി സംസാരിച്ചു. അപ്പോൾ ഷിംജിതയുടെ വാദങ്ങളൊന്നും നിൽക്കില്ല. ഒരു പരാതിയും അവരൊരിടത്തും പറഞ്ഞില്ല, പോലീസ് സ്റ്റേഷനിലും പരാതി പറഞ്ഞില്ല. കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിൽ പോലും ഒരു പരാതി രജിസ്റ്റർ ചെയ്യാമെന്നിരിക്കെ, ഈ ഇത്തരം നിയമങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഒരു മുൻ ജനപ്രതിനിധിയാണ് ഷിംജിത എന്നിരിക്കെ ഈ വിവരം പോലീസിൽ അറിയിക്കാതെ, വേണ്ടപ്പെട്ട അധികാരികളെ അറിയിക്കാതെ സമൂഹ മാധ്യമത്തിൽ റീച്ച് കിട്ടാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തൊരാളുടെ ജീവനെടുത്തോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം.